ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് എല്ലാം അടുത്ത് വരികയല്ലേ. അതെ, ക്രിസ്മസിന് ഇടാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ മാല ഇതൊക്കെ. എന്തായാലും ഞാനൊരു 5-6 മാലയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പല സെക്ഷനായിട്ട് പലതും നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ മാല കോർക്കാനുള്ള നൂല്. ഞാനിവിടെ ഡബിൾ ലൈനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈ ലോക്കറ്റിന് കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ഡബിൾ ലൈൻ വേണമെന്ന് കരുതിയാണ്. പക്ഷേ ആക്ച്വലി 2 എടുക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഇതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് കെട്ടുക. കെട്ടിയതിന് ശേഷം നമ്മുടെ ക്രിം ബീഡുണ്ട്, സിൽവർ കളറിലുള്ള ക്രിം ബീഡ് എടുത്തിട്ട് ഒരു 3 2 നൂലേലും കോർത്ത് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് കോർത്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ സ്പേസറുണ്ട്, ഗോൾഡൻ ബോൾസ് ഉണ്ട്, ഗ്രീൻ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്, വൈൻ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്, പിന്നെ സ്പേസർ പല കളറിലുള്ളത്. ഒത്തിരി രസമാണ്. അതേ ഇങ്ങനെ കോർത്ത് വരുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ, വളരെ രസമാണ്. അപ്പോൾ ആദ്യം ക്രിം ബീഡ് ഒരു 2 സൈഡിലും ഒരു 3 ക്രിം ബീഡ് വെച്ച്, സിൽവർ ക്രിം ബീഡോ അല്ലെങ്കിൽ ഗോൾഡൻ ക്രിം ബീഡോ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സസ് ആണ്. നോക്കിയേ എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കിയേ, ഭയങ്കര രസമാണ്, ഒത്തിരി രസമാണത്. ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് 15 mm തൊട്ട് 6 mm 7 mm 8 mm 2 mm 3 mm പല തരത്തിലുള്ള മുത്തുകളുണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അബൌട്ട് 8 mm ഉള്ള ക്രിസ്റ്റൽ ബീഡ്സും സ്പേസസും മാല ഇടാനുള്ള കുളത്തുകളും അതിൻ്റെ ക്ലാസ്പ്സും ഒക്കെയാണ്. പിന്നെ ഇങ്ങനെയാണ് ഇത് കണ്ട, ഇത് മാല കോർത്തതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ ക്ലാസ്പ്സ് ഇടുന്നതെന്ന് നോക്കിക്കുക. ആദ്യം ക്രിം ബീഡ് ഇട്ടിട്ട് ക്ലാസ്പ്സ് ഇട്ട് ആ ക്രിം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ ത്രെഡ് എടുത്ത് അത് പ്രസ് ചെയ്യണം. അപ്പോഴാണ് അത് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം നമ്മൾ അതിൻ്റെ ലോക്ക് ഇടാനായിട്ട്. കണ്ടോ, അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് വലിച്ച് ഇട്ടിട്ട് റൈറ്റായിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ മാല ഇങ്ങനെ ചുളുങ്ങി ഇരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് റിപ്പീറ്റായിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടി കാണിച്ചേക്കുന്നതാണിത്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 1 2 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അത് പരിചയമാകും. അപ്പോൾ നമുക്ക് അത് ശരിക്കും അറിയാം. ഈ മാലയുടെ എൻഡിൽ നമ്മൾ ചെറിയ മുത്തുകളാണ് വെച്ചത്, അവിടെ വലിയ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ആവശ്യമില്ല. അത് ഇതുപോലെ നമ്മൾ ക്രിം ബീഡ് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഒരു തരത്തിലും അതിൻ്റെ ലോക്ക് ഇങ്ങനെ വലിഞ്ഞു പോരത്തില്ല. കണ്ടില്ലേ, ഈ ക്രിം ബീഡ് ശരിക്കും നമ്മൾ പ്രസ് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമാണ് അത് അതിൻ്റെ ആ നൂല് നമ്മളത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത് നല്ല ജെന്യുവനായിട്ട് അത് ഇതായി നല്ല ഉറപ്പിലായി. അപ്പോൾ അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മളത് പഠിക്കും. ഇത് ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിൽ അനദർ എൻഡിൽ നമ്മൾ അത് ഇടാനുള്ള കുളത്ത്, ഇവിടെ ഞാൻ ചെറിയ കുളത്താണ് ഇട്ടത്. വലിയ കുളത്ത് വന്നപ്പോൾ അത് അല്പം വലുതുപോലെ തോന്നി. കണ്ടില്ലേ, ആ ക്രിം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇട്ടിട്ട് ഒരു 1 2 ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ അകത്ത് കൂടി എടുത്ത് വലിച്ച്, ഇത് വളരെ ക്ലിയറാണത്. വലിച്ച് അതെടുത്തതിന് ശേഷം ക്രിം ബീഡ് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകത്തില്ല. ഇപ്പം നല്ല സെക്യൂറായി അത് അവിടെ ഇരുന്നു. എന്നിട്ട് ആ നൂല് വെട്ടിക്കളയുക. ഇപ്പം നമ്മുടെ മാലയുടെ ഇത് ലോക്കെല്ലാം ശരിയായി. അത് ഇടാനുള്ള കുളത്തും നമ്മൾ ഇട്ട്, ക്ലാസ്പ്സും ഇട്ടു. അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ആക്സസറീസ് എല്ലാം വാങ്ങിച്ച് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ മാലയൊക്കെ പല പ്രാവശ്യം ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ ടെക്നിക്കെല്ലാം മനസ്സിലായി വരുമ്പോൾ നമ്മൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇതെല്ലാനും. നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതൊക്കെ ഒത്തിരി ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഇതിനകത്ത്. ടൈം വേസ്റ്റ് ചെയ്യാതെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണിത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ശരിക്കും വലിയ പ്രൊഫഷണൽ ടച്ചായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊരു 5-6 മാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാനിത് കാണിച്ചത് ഞാൻ വാങ്ങിച്ച ആക്സസറീസ് വെച്ച് എങ്ങനെ ഞാൻ ഉണ്ടാക്കി എന്ന് കാണിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.
അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യുക. സമയം നന്നായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണിത്, ഒരു ആക്ടിവിറ്റിയാണ്, ഒരു